ഹലോ നമസ്കാരം. ജിജി മനോജ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മീൻകറിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, അത് വെളിച്ചെണ്ണ ചൂടായി. ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് എല്ലാം കാണിച്ചു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈൽ പോലെ ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഇപ്പോൾ ഇട്ടത്. അത് രണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാൻ. കുറേയായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അടുപ്പിലാണ് മീൻകറി വെക്കുന്നത്. ഞാൻ എൻ്റെ സ്റ്റൈലാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് എന്നോട് പറയുക. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയാണ് ഇടേണ്ടത്. ഞാൻ പക്ഷേ ഇപ്പോൾ ഒരു സവോളയുടെ പകുതിയാണ് ഇട്ടത്. നിങ്ങളിടുമ്പോൾ ചെറിയുള്ളി ഇടണം, എന്നാലാണ് ടേസ്റ്റ്. നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക. എല്ലാവർക്കും സുഖമല്ലേ എന്ന് എല്ലാവരും പറയണം. കുറേ പേരായി വീഡിയോ ഇടുന്നില്ലേന്ന് ചോദിക്കുന്നു. എല്ലാ ദിവസവും ഇടാൻ ശ്രമിക്കാം മാക്സിമം ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും ഇടണം എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബറൊക്കെ വേഗം ആക്കി തരണം. ബെല്ലൈക്കനൊക്കെ അടിച്ച് പൊട്ടിക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ തോന്നും, ഇച്ചിരിയേ ഉള്ളൂ. കുറച്ച് ഒന്ന് ഉടഞ്ഞു വരണം. ആ തക്കാളിയൊക്കെ ഒന്ന് കരിയാൻ പാടില്ല, കരിയാതെ സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെ മീൻകറിക്ക് അങ്ങനെ പേരൊന്നുമില്ല. എൻ്റെ സ്റ്റൈലിലൊരു മീൻകറി, അതായത് കോട്ടയം സ്റ്റൈൽ മീൻകറി എന്നൊക്കെ പറഞ്ഞ് ഇടാറുണ്ട്. കുഞ്ഞു കൊടുത്തോ കേട്ടോ. കൊടുത്തേക്ക്. ഇനി നമുക്ക് ഇത് കണ്ടോ, ഞാൻ ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കിയിട്ട് ഈ മിക്സ് ഇതിലോട്ട് ഇടുകയാണ്. പച്ചക്കിടുമ്പോൾ ഇനി അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. നന്നായി പൊടിയൊന്നും കരിയരുത്, കരിയാതെ സൂക്ഷിക്കണം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ പുളി ഇതാക്കിയിട്ടുള്ള വെള്ളമാണ്.
കാണുന്നില്ലേ? ഇതാണ്. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഇതാണ്ടോ, ഉപ്പൊക്കെ നോക്കണം നിങ്ങൾ ഇടുമ്പോൾ. ആദ്യം ഇച്ചിരി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ചിട്ട് നോക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അവരവരുടെ പാകത്തിന്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഗ്രേവി വേണ്ട, അച്ചാർ പോലെ ഇരിക്കുന്നത് അവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇന്നിപ്പോൾ ഇച്ചിരി ഞാൻ ചാറാക്കി, അത് കുറുകിക്കോളും. തീ നല്ല കത്തുന്നോണ്ട് തിളച്ച് വരുന്നുണ്ട്, കാണുന്നില്ലേ? ഇനി നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. വേണ്ട, ഞാൻ ഓരോ തലകളൊക്കെ ഇട്ട് ഇട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കണം. വാലെല്ലാം ഞാൻ വറക്കാനെടുത്തു, അതുകൊണ്ട് തല മാത്രമാണ് കറക്കിയെടുത്തത്. ഇതാണ് എൻ്റെ മീൻ കറിയുടെയൊക്കെ ഒരു സ്റ്റൈൽ. ഇതാണ്. ഇനി നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല. ഇതില്ലാതെ എനിക്കൊരു ജീവിതവും ഇല്ല. കണ്ടമാനം ഞാൻ എടുത്തിടും. വേപ്പിൻ്റെ ഇല എന്ന് ഉദ്ദേശിക്കുന്നത് കറിവേപ്പിൻ്റെ ഇലയാണ്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. അപ്പം നമുക്കിതാ ഇങ്ങനെ ഒന്ന് വിതറാം. എനിക്കിപ്പോൾ ഉപ്പും പുളിയെല്ലാം ഇതിൽ കറക്റ്റാൻ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിപ്പോൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ. എല്ലാവർക്കും എന്താ കറി എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ കറി ഇതാണ്. എനിക്കിന്ന് മീൻ കറി, മീൻ വറുത്തത് ഒക്കെയാണ് എൻ്റെ കറി. പിന്നെ സാമ്പാർ, വെണ്ടയ്ക്ക തോരൻ. ഇനി നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ആവട്ടെ അവിടെ. പുതുവത്സരം ആയിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടത് എൻ്റെ സാമ്പാറാണ്. ഇത് കണ്ടോ, നല്ല സാമ്പാറല്ലേ? കണ്ടിട്ട് കണ്ടോ, അടിപൊളി സാമ്പാറല്ലേ? അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കണം, എല്ലാം ചെയ്യണം. എന്ത് പറയണമെന്നറിയില്ല. ഞാൻ ഒരു പുതിയ വർഷമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോകണം, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക. എന്നെ സബ്സ്ക്രൈബർ ചെയ്ത് നിങ്ങളൊക്കെ എന്നെ വിജയിപ്പിക്കണം. എനിക്കെൻ്റെ ഒരു സ്വപ്നമൊന്നുമില്ല, എന്നാലും ഒരു നല്ല യൂട്യൂബറായി മാറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അവിടെ അപ്പുറം സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതെൻ്റെ മകളും ഫാദർലോയൊക്കെ വർത്താനം പറയുന്നതാണ്. അപ്പോൾ ഇതാ കണ്ട തിളക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എരി ഇച്ചിരി കുറവ് മതി. ഒരുപാട് എരി ഇട്ടാൽ എൻ്റെ ഹസ്ബൻഡ് കൂട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ കളറില്ലാത്തത് കേട്ടോ. കണ്ടോ, എനിക്ക് പക്ഷെ നല്ല എരിവ് വേണം, അദ്ദേഹത്തിന് കുറച്ച് എരിവ് മതി. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. സപ്പോർട്ട് ചെയ്യണം. ആദ്യം സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാണ് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഓക്കെ, ബൈ.